വിദ്വേഷ പരാമർശ കേസിൽ RSS സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിനെതിരെ ഒടുവിൽ നടപടി തുടങ്ങി പോലീസ്. കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം സൈബർ പോലീസ് മട്ടാഞ്ചേരിയിലെ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലെത്തി. കേസെടുത്ത 11ാം ദിവസമാണ് പോലീസിന്റെ നടപടി. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ പരാമർശം. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, കുറച്ചു നേരമായി പോലീസ് അവിടെ എത്തിയിട്ട് അകത്ത് ടി.ജിയെ ചോദ്യം ചെയ്തു വരികയാണോ, മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണോ, ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് തന്നെയാണോ സൂചന? തീർച്ചയായിട്ടും ദിവ്യ, ഒരു മണിക്കൂറിലധികമായപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തുള്ള സൈബർ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് അവരുടെ അടുത്ത നീക്കമെന്ന് ഉള്ളതാണ്. കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളൊരു നീക്കത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉപയോഗിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളടക്കം പരിശോധിക്കും. അത് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 11 ദിവസമായി ഇപ്പോൾ കേസെടുത്തിട്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണ് പോലീസ് ഇവിടെ എത്തുന്നതും ബാക്കി അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതും തന്നെയാണ്. നേരത്തെ തന്നെ ഒരു നിരവധി പരാതികളാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നത്, ടി.ജി. മോഹൻദാസിനെതിരെ ഉയർന്നുണ്ടായത്. എന്നിട്ടും പോലീസ് അതിനുവേണ്ട നടപടിക്രമങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒന്നും കടക്കാതിരിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് ഇവിടെ പോലീസ് എത്തുന്നതും ബാക്കി നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയത്. തുടരാം. അങ്ങനെ 11ാമത്തെ ദിവസമാണ് ഇപ്പോൾ കേസെടുത്ത് 11ാമത്തെ ദിവസമാണ് പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ രീതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള പരിശോധനയിലേക്ക് കടക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് വിദ്വേഷ പരാമർശം നടത്തുകയുണ്ടായത്. ഇതിനാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കലാപാഹ്വാനം, സ്ത്രീകളെ അപമാനിക്കൽ, വ്യക്തി അധിക്ഷേപം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. തുടർന്നാണ് ഇപ്പോൾ 11ാമത്തെ ദിവസം ഇവിടെ എത്തി തുടർ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. നിരവധി പരാതികളാണ് ഇവർക്ക് എതിരെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഈ സാഹചര്യം കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ അധികം പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും, പിന്നീട് വെടിവെക്കും. അങ്ങനെ അധിക്ഷേപകരമായ പരാമർശമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നത്. ഇതിനെതിരെ നിരവധി പരാതികളാണ് ഡിവൈഎഫ്ഐ, SFI പോലുള്ള സംഘടനകളടക്കം നിരവധി പരാതികളായിരുന്നു നൽകിയിരുന്നത്. അതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയിലേക്കും കടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കേസെടുത്ത് 11ാം ദിവസം മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ടി.ജിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്, മൊഴിയെടുക്കുന്നത്. ഇത്രയും ദിവസം ഇതിൽ വലിയ അലംഭാവം നേരിട്ടു എന്ന വിമർശനം ഉയരുന്നു. ആയങ്കിയെ പിടിച്ചു, എന്തുകൊണ്ട് ടി.ജിയെ പിടിക്കുന്നില്ല എന്ന ചോദ്യം ആഭ്യന്തരമന്ത്രിക്ക് തുടരെ നേരിടേണ്ടി വരുന്നു. ഒടുവിൽ ആ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത വെറുമൊരു കേസ് എടുക്കൽ മാത്രം ഒതുക്കിയൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ അതിൽ ആഭ്യന്തരമന്ത്രി അടക്കം ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെയാണ് നമുക്കറിയാം ആയങ്കിയെ പിടികൂടുന്ന ഒരു സാഹചര്യം. പിന്നീട് ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ സൈബർ പോലീസ് ഇവിടെ എത്തുന്നു. ഇവരെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉള്ള ഒരു നീക്കം എന്ന് തന്നെ പറയാം. പെട്ടെന്നുള്ളൊരു നീക്കം എന്ന് തന്നെ നമുക്ക് ഈ ഒരു സാഹചര്യത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഇത്രയും രീതിയിൽ അധിക്ഷേപിച്ചിട്ടും ഒരു കേസിലെടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാത്രം കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു 11 ദിവസമായിട്ടും യാതൊരു നടപടിക്രമങ്ങളും എടുക്കാത്തൊരു സാഹചര്യത്തിലൂടെ നീങ്ങുമ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇങ്ങനൊരു കേസ് നടക്കുന്നു. വൈകിട്ടാകുന്നതോടുകൂടി തന്നെ തിരുവനന്തപുരം സൈബർ പോലീസ് ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ 1 മണിക്കൂറായി ഇവിടെ ചോദ്യം ചെയ്യൽ നടപടികൾ കടന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ ഫോണും ലാപ്ടോപ്പും അടക്കം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഉപയോഗിച്ച ഇതെല്ലാം തന്നെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കും. ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമോ, ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയർന്നത്. സാധ്യത വളരെയധികം ഉണ്ടെങ്കിലും കസ്റ്റഡിയിലെടുക്കും, വേറെ എന്തെങ്കിലും ഒരു നീക്കം നടക്കുമോ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ബാക്കിയാകുന്നുണ്ട് ദിവ്യ.